ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, നല്ല ഭംഗിയുള്ളൊരു പിക്ചറോടെയാണല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ലുക്ക് അറ്റ് ദി പിക്ചർ. ഹു ഇസ് ദർ? ആരാണ് അവിടെ? നല്ല പറന്ന് പോകുന്ന ഒരാളുണ്ട് അല്ലേ. ഇസ് ഇറ്റ് ആനിമൽ ഓർ ബേർഡ്? ഇസ് ഇറ്റ് ആനിമൽ ഓർ ബേർഡ്? ബേർഡ്. ബേർഡാണല്ലേ. എന്താ ബേർഡ് എന്ന് പറഞ്ഞാൽ? പക്ഷി. പക്ഷി. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയോ? വാട്ട്സ് ദ നെയിം ഓഫ് ഇറ്റ്? തത്തമ്മ. തത്ത മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക? പാരറ്റ്. യെസ്, പാരറ്റ് അല്ലേ. പാരറ്റിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടം? പാരറ്റിൻ്റെ എത്ര കളേഴ്സ് ഉണ്ട് പാരറ്റിന്? 2 കളർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പാരറ്റിന് 2 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ചുവപ്പ്. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? റെഡ്. മറ്റോ അതിൻ്റെ ഫേദേഴ്സിൻ്റെ പിന്നെ ചിറക്, പിന്നെ ഇതിൻ്റെയൊക്കെ കളർ എന്താ? ചിറക്, അതുപോലെ തൂവലിൻ്റെ കളറൊക്കെ എന്താ? ഗ്രീൻ. ഓക്കെ. അപ്പോൾ ബാക്ക് ടു ഗ്രീൻ അല്ലേ. നമ്മളെ പാഠം യൂണിറ്റ് 2 പാഠത്തിന് എന്താ വായിക്കുക? ബാക്ക് ടു ഗ്രീൻ. ബാക്ക് ടു ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് ടു ഗ്രീൻ, പച്ചയിലേക്ക് തന്നെ തിരിച്ചല്ലേ. അപ്പോൾ എന്താവും പച്ചയിലേക്ക് തന്നെ തിരിച്ച് എന്ന് പറയുന്നത്? പച്ചപ്പിലേക്ക് തന്നെ. പക്ഷിയെക്കുറിച്ചാണോ അതോ നമ്മുടെ മരങ്ങളെക്കുറിച്ചാണോ? എന്താവും എന്ന് ആലോചിച്ച് നോക്ക്. പച്ചപ്പിലേക്ക് തന്നെ തിരിച്ച് എന്നാണ് പറയുന്നത്. പച്ച നിറത്തിലേക്ക് തിരിച്ച്. അതാണ് നമ്മളെ പാഠത്തിൻ്റെ പേര്, യൂണിറ്റിൻ്റെ നെയിം അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താവാം ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്ക് ടു ഹോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴൊക്കെ ബാക്ക് ടു ഹോമാല്ലേ, വീട്ടിലേക്ക് പോവുക. അതുപോലെ ബാക്ക് ടു ഗ്രീൻ, ഇത് ഗ്രീനിലേക്കാണ് പോകുന്നത്, പച്ച നിറത്തിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ നമുക്ക് നോക്കാം തത്തയെക്കുറിച്ചാണോ വേറെ എന്താണെന്നൊക്കെ പോകെ നോക്കാം അല്ലേ. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടേക്ക് ദ നെക്സ്റ്റ് പേജ് പ്ലീസ്. Look at the picture. Parrot. Do you like this picture? നിങ്ങൾക്ക് ചിത്രം ഇഷ്ടമായോ? Yes. Who is there? ആരാണ് അവിടെ? Parrot. പാരറ്റ് ആണല്ലേ. പാരറ്റ് എന്തോ എങ്ങനെ ഇരിക്കുന്നത്? പറക്കുകയാണോ? ഫ്ലൈയിങ്? നോ അല്ലല്ലേ. എന്താ ചെയ്യുന്നേ? ഇരിക്കുകയാണ്. എന്തിൻ്റെയോ മേലെ ഇരിക്കില്ലേ? എന്തിൻ്റെ മേലെ ഇരിക്കുന്നേ? മുട്ടയ്ക്ക് എന്താ പറയാ? ഇംഗ്ലീഷിൽ എന്താ മുട്ടയ്ക്ക് പറയാ? എഗ്ഗ്. അപ്പോൾ ഒരു മുട്ടയാണെങ്കിൽ നമ്മൾ എഗ്ഗ് എന്ന് പറയും. അവിടെ ഒരു മുട്ടയാണോ? അല്ലല്ലേ, കുറേ മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയൂ? എഗ്സ് അല്ലേ. ഓക്കെ. അപ്പോൾ എഗ്സ്. അപ്പോൾ ഹൗ മെനി എഗ്സ് ദർ? എത്ര എഗ്സ് ഉണ്ട് അവിടെ? 3 അല്ലേ. അപ്പോൾ 3 മുട്ടയുടെ മേലെ ഇരിക്കുകയാണ്. അതിനെന്താ പറയാന്നറിയോ? നമ്മൾ അടയിരിക്കുക എന്ന് പറയും. ഓക്കെ. ഈ പാരറ്റിനൊരു പേരുണ്ട്. നിങ്ങൾക്ക് പേരില്ലേ? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? നിങ്ങളെ പേര്? വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ എന്താ അറിയണ്ട്? നിങ്ങളെ പേരാണ് ചോദിച്ചത്. ഞാൻ പാരറ്റിൻ്റെ പേരല്ല കേട്ടോ, അയാൻ. ഓക്കെ. ദെൻ അപ്പോൾ എല്ലാവരും എന്താണ് വാട്ട്സ് യുവർ നെയിം ചോദിച്ചാൽ നമ്മൾ അറിയാമല്ലേ, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. പിന്നെ നോക്കൂ, വാട്ട്സ് ദ നെയിം ഓഫ് പാരറ്റ്? ഈ പാരറ്റിൻ്റെ പേരെന്താ? നമ്മളെ കൊടുത്തിട്ടുണ്ട്. പാരറ്റിൻ്റെ പേരാണ് പോളി. എന്താണ്? പോളി. ഓക്കെ. അപ്പം നമ്മളെ പാരറ്റിൻ്റെ പേരാണ് പോളി. അപ്പോൾ പല വേർഡ്സും നമ്മൾ പഠിക്കുമ്പോൾ അത് എന്താണ് എഴുതാനും അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടെ പഠിച്ചെടുക്കണം. അപ്പോൾ പോളി എന്ന് എഴുതുമ്പോൾ എന്ന് എഴുതാം POLLY, പോളി. ഓക്കെ. അപ്പം നമുക്കറിയാം നെയിം പോളി എന്നാണ് നമ്മളെ പാരറ്റിൻ്റെ. പാരറ്റ് ഹാപ്പിയാണോ സാഡാണോ? ഇസ് ഹാപ്പി ഓർ സാഡ്? ഹാപ്പി ആണ് അല്ലേ. അല്ല, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. പാരറ്റിൻ്റെ കണ്ണ് കണക്ക്. ലുക്ക് ദ ഐസ്. എന്തോ ഓർത്തിരിക്കുകയാണല്ലേ. എന്തോ ചിന്തിക്കണ്ടല്ലോ. എന്താവും പാരറ്റ് ചിന്തിക്കുന്നത്? ഒന്ന് ഗസ് ചെയ്തേ. എന്താവും?
മുട്ടയമ്മ എങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ എന്താവും ചിന്തിക്കുക? ഞാനൊന്ന് പറഞ്ഞ എന്താവും ചിന്തിക്കുന്നത്? എന്താവും? പാരറ്റിൻ്റെ ബേബിനെ കുറിച്ചാവൂലേ? അല്ലേ? പാരറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഈ ബേബി എങ്ങനെ ഇരിക്കും? പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂലേ? എന്തൊക്കെ ചിന്തിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാർ. അവിടെ കുറേ ആൾക്കാർ ഉത്തരം പറയുന്നുണ്ട്. നല്ല സ്മാർട്ട് ബോയ്സും ഗേൾസും ഉണ്ട് അല്ലേ? ചിലരതാ പറയുന്നത് എന്ത്? എൻ്റെ കുട്ടിയുടെ നിറം എന്താവും? എൻ്റെ കുഞ്ഞ് എങ്ങനെയാവും? ചിറകുണ്ടോ? അല്ലേ? എത്ര ആദ്യം ഏത് മുട്ട എന്നാ കുഞ്ഞ് വരിക? അങ്ങനെയൊക്കെ ചിന്തിക്കൂലേ? 3 എഗ്സ് ഉണ്ട്. അതിലേത് എഗ്സ് എന്നാണ് ആദ്യം കുഞ്ഞ് പുറത്ത് വരിക? അല്ലേ? അങ്ങനെയൊക്കെയാണ്. എന്നാൽ നമുക്ക് നോക്കാം നമ്മളെ ബുക്കിൽ എന്താ കൊടുത്തിട്ടുള്ളത്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്. വെൻ വിൽ മൈ ചിക്ക് കം ഔട്ട്. അപ്പോൾ വെൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എപ്പോഴാണ്. വിൽ മൈ ചിക്സ് എന്താണ്? എൻ്റെ ചിക്സ് പറഞ്ഞാൽ എന്താ? തത്തയുടെ കുഞ്ഞു കുട്ടിക്ക് പറയുന്ന പേരാണ് ചിക്സ്. തത്തയ്ക്ക് നമ്മൾ പാരറ്റ് എന്ന് പറയും. പാരറ്റ്. അപ്പോൾ പാരറ്റിൻ്റെ കുഞ്ഞിന് എന്ത് പറയും? ചിക്സ്. ചിക്സ് അല്ലേ? തത്തയ്ക്ക് നമ്മൾ എല്ലാ പാരറ്റ്സിനും കൂടെ നമ്മൾ പാരറ്റ്സ് എന്ന് പറയും. അതുപോലെ എല്ലാ പാരറ്റ്സിൻ്റെ കുഞ്ഞു കുട്ടികൾക്കും നമ്മൾ എന്ത് പറയും? ചിക്സ് എന്ന് പറയും. പക്ഷേ ഈ പാരറ്റിനൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ട്സ് ദ നെയിം ഓഫ് പാരറ്റ്? പാരറ്റിൻ്റെ പേരെന്തായിരുന്നു? പോളി. വെരി ഗുഡ്. അപ്പോൾ പോളി അല്ലേ? ഓരോ പാരറ്റിന് പ്രത്യേകിച്ച് പേരുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഇതിൻ്റെ പേര് പോളിയാണ്. പക്ഷേ ദിസ് ഇസ് എ പാരറ്റ്. അങ്ങനെ പാരറ്റിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ചിക്സ്. അപ്പോൾ എന്താ പറഞ്ഞത്? വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് വാ. കം ഔട്ട്. കം പറഞ്ഞാൽ വരിക, പുറത്ത് എന്നാ വരിക. അപ്പം ഈ പാരറ്റ്സ് മുട്ടയ്ക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും അവിടെ ഇരിക്കുമ്പോൾ അതെന്താ ചിന്തിക്കുന്നത്? വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്. എപ്പോഴാണ് എൻ്റെ കുഞ്ഞുവാവകളൊക്കെ തിരിച്ചു വരിക, പുറത്ത് വരിക? ഞാനെന്താണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? നമ്മളെ പാരറ്റ്സ് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതാണ് പറയുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് ഈ പാരറ്റ്സ് അവിടെ ഇരിക്കുന്നത്? ഒന്നും ഈ പേജിൽ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഈ പേജിൽ എവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് എന്താ കാണുന്നത്? 3 eggs ഉണ്ട്. ഒരു മദർ പാരറ്റ് ഉണ്ട് അല്ലേ? അമ്മ പാരറ്റ് മുട്ടകൾ അവിടെ ഇരിക്കുകയാണ്. കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പേജിൽ പഠിക്കേണ്ട കുറച്ച് വേർഡ്സാണ്. അതൊന്ന് മക്കൾ ശ്രദ്ധിക്കുക. നമ്മളൊന്ന് വായിച്ച് നോക്കാം അല്ലേ? അപ്പം നമുക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഓരോ വേർഡ് ഞാൻ പറയും. അപ്പോൾ കൂടെ വായിക്കണം കേട്ടോ. ആർ യു റെഡി? യെസ്. യെസ്. ഓക്കെ, വെരി ഗുഡ്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്. ഒന്ന് വായിച്ചേ. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്. ഇനി ഒന്ന് വായിച്ചു നോക്കൂ. വെൻ വിൽ പിന്നെ മൈ ചിക്സ് കം ഔട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ ഓരോ പേജ് ഇങ്ങനെ വായിച്ച് പോവാം അല്ലേ? അപ്പം നമ്മൾ ഇതിൽ നിന്ന് 2 പേര് നമ്മൾ പഠിക്കണം. എന്ത്? പാരറ്റും ചിക്കും. നിങ്ങൾ സ്പെല്ലിങ് പഠിക്കണം. ഓക്കെ? നമുക്കിതൊന്ന് വായിക്കാം അല്ലേ? അപ്പം എന്താണ് ഫസ്റ്റ് വേർഡ്? പാരറ്റ്. സെക്കൻഡ് വേർഡ് ചിക്ക്. തേർഡ് വേർഡ് egg. ഓക്കെ, റിപ്പീറ്റ് അഗൈൻ. ഒന്ന് വായിച്ചേ. പാരറ്റ് ചിക്ക് egg. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കുന്നതിന് മുന്നേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ? എന്താ കൊടുത്തിട്ടുള്ളത്? വേർ ആർ പോളീസ് ഫ്രണ്ട്സ്. അപ്പം എന്താ കൊടുത്തത്? വേർ ആർ. എവിടെയാണ് പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ കൂട്ടുകാരൊക്കെ എവിടെയെന്ന്. അപ്പം നമ്മൾ കണ്ടില്ലേ ഇവിടെ ഈ ചിത്രത്തിൽ ആരേ ഉള്ളതുള്ളൂ?
ഓൺലി പോളി പാരറ്റ് മാത്രമേ ഉള്ളൂ, മദർ ബേർഡ് മാത്രമേ ഉള്ളൂ അല്ലേ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, ആരുമില്ല. പോളി ഒറ്റയ്ക്കാണ്. പക്ഷെ ഒറ്റയ്ക്കാണോ പോളി? പോളി ഒറ്റയ്ക്കാവുമോ? വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ? അപ്പോൾ ചോദിച്ചിട്ടുണ്ട് വേറെ ആർ പോളീസ് ഫ്രണ്ട്സ്. അപ്പോൾ പോളിയുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ എവിടെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ പോളിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ പോളി എവിടെയാണ് മുട്ടയ്ക്ക് അടയിരിക്കുന്നത്? മരച്ചോട്ടിൽ. ആ മരച്ചോട്ടിലാണോ? അല്ല, ആ മരത്തില് ഒരു പൊത്തിലാണ് അല്ലേ? ഒരു വലിയ മരമുണ്ട്, അതിൽ ഒരു പൊത്തുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പോളി എന്നുള്ള പാരറ്റ് മദർ ബേർഡ് മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. അപ്പോൾ അവരെ ഫ്രണ്ട്സൊക്കെ എവിടെയുണ്ട്? മരത്തിൻ്റെ അടിയിലുള്ളത് എന്തായിരുന്നു നമ്മൾ പഠിച്ചിന്? താഴെയുണ്ട്. അണ്ടർന്നൊക്കെ പഠിച്ചില്ലേ, മാത്സിൽ പഠിച്ചില്ലേ? അപ്പം മരത്തിൻ്റെ അണ്ടറിൽ താഴെ ഉണ്ടല്ലേ ഫ്രണ്ട്സ്. ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? ആരൊക്കെയാണ് ഫ്രണ്ട്സ്? എലിഫന്റ്. എലിഫന്റ്. പിന്നെ ആരൊക്കെയാണ്? മുയൽ. മുയലിന് എന്താ പറയാ ഇംഗ്ലീഷില്? റാബിറ്റ്. ഓക്കെ, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ ആനയുടെ പുറത്ത്. ആരാണ്? ഡക്ക്. ഇവര് 3 പേരുമാണ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ ഡക്കിനെയും മുയലിനെയും പിന്നെ റാബിറ്റ്, എലിഫന്റ് ഇവയൊക്കെ കണ്ടിട്ടുണ്ടോ? എലിഫന്റിനെ കണ്ടിട്ടുണ്ടോ? അതെ. യെസ്. ഓക്കെ, റാബിറ്റോ? യെസ്. ഡക്കോ? യെസ്. കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഈ ഫ്രണ്ട്സുകളെ ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു പിക്ചേഴ്സ് ഒന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇതെന്താണ്? റീലുള്ള ഒരു എലിഫന്റിന്റെ ഫോട്ടോ അല്ലേ? അപ്പോൾ എലിഫന്റിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കൂ. ELEPHANT എലിഫന്റ്. ഓക്കെ. ഇനി അടുത്ത ഫ്രണ്ട് ആരായിരുന്നു? അടുത്ത ഫ്രണ്ട് ആരാ? ഡക്ക് അല്ലേ? ഡക്കിനെ കണ്ടോ? നല്ല ക്യൂട്ടാണല്ലേ? ഡു യു ലൈക്ക് ഇറ്റ്? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഡക്ക്. ഡക്കിൻ്റെ സ്പെല്ലിങ്ങോ? DUCK. ഡക്ക്. അപ്പോൾ 2 ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? എലിഫന്റ് ആൻഡ് ഡക്ക്. അപ്പോൾ 3rd ഫ്രണ്ട് ആരായിരുന്നു? മുയൽ. മുയലിന് എന്താ പറയാ? റാബിറ്റ്. എന്താണ്? റാബിറ്റ് അല്ലേ? അപ്പം നമ്മൾ 3 ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു അല്ലേ? നമ്മൾ മദർ ബേർഡ്, അതായത് പോളിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? എലിഫന്റ്, ഡക്ക്, റാബിറ്റ്. ഓക്കെ, ഈ 3 പേരും പഠിക്കണം കേട്ടോ. സ്പെല്ലിങ്ങും എഴുതാനും പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ. ഇനി എന്താ പറയുന്നത്? എന്തോ പറയുന്നുണ്ടല്ലേ? ഫ്രണ്ട്സ് എന്തോ മദർ ബേർഡോട് പറയുന്നുണ്ട്, മദർ ബേർഡ് ഫ്രണ്ട്സിനോടും പറയുന്നുണ്ട്. എന്താണ്? നോക്കൂ, നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, നമ്മളെ പോളിയോട് ചോദിക്കുകയാണ്, പോളി ആർ ദ ചിക്സ് ഔട്ട്. എന്താ പറഞ്ഞത്? പോളി എന്ന് പറഞ്ഞാൽ വിളിച്ചു. പിന്നെ ആർ ദ ചിക്സ് ഔട്ട്. ഇതെൻ്റെ ചിക്സ് കുഞ്ഞുങ്ങൾ പുറത്ത് വന്നോ? എന്താ ചോദിച്ചത്? പോളി ആർ ദ ചിക്സ് ഔട്ട്. ഒന്നും കൂടെ പറഞ്ഞേ, ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? പോളി ആർ ദ ചിക്സ് ഔട്ട്. കുഞ്ഞുങ്ങൾ പുറത്ത് വന്നോ? അപ്പം എന്തോ നമ്മളെ മദർ ബേർഡ് എന്താ പറയുന്നത്? എസ് ആണോ നോ ആണോ പറഞ്ഞേ? വന്നിട്ടുണ്ടായിരുന്നോ? നോ. ആം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പം എന്താണ് ഫ്രണ്ട്സ് എന്താ ചോദിച്ചത്? അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? എന്താണ് ഫ്രണ്ട്സ് ചോദിച്ചത്? പോളി ആർ ദ ചിക്സ് ഔട്ട്. പോളി ആർ ദ ചിക്സ് ഔട്ട്. എന്താ ചോദിച്ചേ? പോളി ആർ ദ ചിക്സ് ഔട്ട്. നിന്റെ കുഞ്ഞുങ്ങൾ പുറത്ത് വന്നോ? അപ്പം എന്താ പറഞ്ഞത്? നോ. ആം
വെയിറ്റിംഗ്. I am waiting. എന്താ പറഞ്ഞത്? നോ ഐ ആം വെയിറ്റിംഗ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്ക്. വായിക്കാൻ പറ്റുമെന്ന് നോക്ക്. റെഡി? എന്താണ്? പോളി ആർ. ഇനിയോ? ദ chicks out. ഇനി താഴത്തെ വരിയോ? നോ ഐ ആം വെയിറ്റിംഗ്. ഓക്കെ. അപ്പം എന്താണ്? നിങ്ങൾ പോളി ആർ ദ ചിക്സ് ഔട്ട് ഇതിൻ്റെ പിന്നെന്താണ്? കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു. നോ ആം വെയിറ്റിംഗ്. അങ്ങനെയാണല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ ഏകദേശം കുറച്ചൊക്കെ വായിക്കാൻ പഠിക്കട്ടെ. ശ്രമിച്ചു നോക്കൂ. പിന്നെ മീനിങ്ങും മനസ്സിലാക്കുക. ഓക്കെ. അപ്പം നമ്മൾ മദർ ബേർഡ് എന്ത് പറഞ്ഞു? ഞാൻ കുഞ്ഞുങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്. ഫ്രണ്ട്സുകൾ കുഞ്ഞുങ്ങൾ വന്നോന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിൽ യുവർ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ചിക്സ്? അപ്പം എന്താ തോന്നുന്നത്? അപ്പോൾ നമ്മളെ പോളിയുടെ ഫ്രണ്ട്സും പിന്നെ ഈ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? വെയിറ്റ് ചെയ്യണ്ട കുഞ്ഞു ചിക്സ് പുറത്ത് വരാൻ? ഫ്രണ്ട്സും കാത്തിരിക്കാൻ തോന്നുന്നില്ലേ? അവർ കുട്ടികൾ വരുവോളം അവിടെ വെയിറ്റ് ചെയ്യുമോ? വിൽ യുവർ ഫ്രണ്ട്സ് വെയിറ്റ്? ഈ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുവോ? കാത്തിരിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. നമുക്ക് നോക്കാം. അതെന്താണ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ പഠിക്കേണ്ട വേർഡ്സുകളൊന്ന് പഠിക്കുക. അതുപോലെ കുറച്ച് ഇതൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കുക. ഓക്കെ. വേർഡ്സുകൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതിൽ പഠിച്ച പുതിയ വേർഡ്സ് ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ്? താത്തയ്ക്ക് എന്താ പറയുക? പാരറ്റ്. പിന്നെ ഫ്രണ്ട്സുകൾ ആരൊക്കെയായിരുന്നു? എലിഫന്റ്, ഡക്ക്, റാബിറ്റ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മുടെ മദർ ബേർഡിൻ്റെ പേരെന്താ? മദർ പാരറ്റിൻ്റെ വാട്ട്സ് ദ നെയിം ഓഫ് മദർ പാരറ്റ്? എന്തായിരുന്നു? പോളി ആയിരുന്നു അല്ലേ? ഹൗ മെനി എഗ്സ് ദർ? എത്ര മുട്ടകളുണ്ടായിരുന്നു? 3 മുട്ടകളുണ്ടായിരുന്നു അല്ലേ? നമ്മളെ മദർ ബേർഡ് എവിടെയാണ് മുട്ടയ്ക്ക് അടയിരുന്നത്? ഒരു പൊത്തിൽ അല്ലേ? ഒരു വലിയ മരത്തിൻ്റെ പൊത്തിലായിരുന്നു അല്ലേ ഇരുന്നത്. ഇനി നമ്മുടെ പാടത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? എന്തോ ഒരു ബാക്കല്ലായിരുന്നോ? ബാക്ക് ടു എന്തൊക്കെ? ബാക്ക് ടു പറയുന്നവരുണ്ട്. വെരി ഗുഡ്. ക്ലാസ് ശ്രദ്ധിച്ചവർക്കൊക്കെ പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ബാക്ക് ടു ഗ്രീൻ. എന്തായിരുന്നു? ബാക്ക് ടു ഗ്രീൻ അല്ലേ? അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ എന്നിട്ട് അവസാനം നമ്മുടെ ചിക്കിപ്പോൾ പുറത്ത് വന്നോ? പോളിയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നോ? നോ വന്നിട്ടില്ലല്ലേ? അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ആരാ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്? പോളിയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. അത് കൂടെ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? എലിഫന്റ്, റാബിറ്റ്, ഡക്ക്. ഓക്കെ, ഇത് പോളിയുടെ ഫ്രണ്ട്സും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ് നന്നായി കേൾക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള ക്ലാസ്സിൻ്റെ വീഡിയോസുകൾ ഇനി അടുത്തതായിട്ട് ഇടും. ഓക്കെ, ബൈ.